അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള നല്ല പാകമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില, ഒരു കൈപ്പിടി പുതിന, ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പേസ്റ്റായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. ഇനി കശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ ഉണ്ടല്ലോ, ക്യുമിൻ പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീരും, ഒരു 1/2 കപ്പ് തൈരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാല ഇല്ലേ, ചാട്ട് മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ചിക്കൻ പീസസ് ഏകദേശം 1 കിലോൻ്റെ അടുത്ത്, ഒരു 900 ഗ്രാം 1 കിലോന് ആ ഒരു കണക്കിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഞാൻ ഫുള്ള് ബ്രസ്റ്റിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് മോസ്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഈ ബിരിയാണി ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വിറകടുപ്പിലാണ് ചെയ്യണത്. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള, നെയ്യും വെളിച്ചെണ്ണയാണ് ഇട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയം നമ്മളുടെ ബിരിയാണിയുടെ റൈസ് നമ്മൾക്ക് കഴുകി വെക്കാനുണ്ട്. അപ്പോൾ അത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മളത് ബസ്മതിയുടെ റൈസാണ് 20 മിനിറ്റ് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ബിരിയാണി തന്നെ നിങ്ങൾക്ക് ചിക്കനിൽ മാത്രമല്ല ബീഫിലും മട്ടനിലും ഒക്കെ ചെയ്യാം. ഏതിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചിട്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. ഇനി നമ്മളുടെ അരി വേകാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ്, ഹോൾ സ്പൈസസ്, നെയ്യൊക്കെ കൂടി ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 80% കുക്കാവാൻ പാടുള്ളൂ. ഒരു 75 to 80% കുക്കാവുമ്പോൾ ആ കുക്കായ റൈസ് നമ്മളുടെ ഈ മസാലയിലേക്ക്, ആ ഇറച്ചിക്കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഒരു നുള്ളു ഗരം മസാല, മല്ലിയില, പുതിന അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഒരു 15 to 20 മിനിറ്റ് നമ്മൾ ദമ്മ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് ദമ്മ് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളത് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.